കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞാക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരാഴ്ച മുന്നുള്ളൊരു വ്ളോഗും കൂടെ കാണാം കേട്ടോ. അപ്പം ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു മാളിൽ കയറി. അവിടെ എനിക്ക് 160 പോയിന്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് 100 പോയിന്റ്സിൻ്റെ ഗ്ലാസ് ഞാൻ വിഡ്രോ ചെയ്തു. ബാലൻസ് 60 പോയിന്റ്സ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. ബാലൻസ് ഉള്ളത് അപ്പം അതിനകത്തോട്ട് ഇനി ഒരു 40-43 പോയിന്റ്. പിന്നെ 6 ഗ്ലാസ് കൂടെ കിട്ടൂലേ? എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്, മാളക്ക് ഈസ്റ്റ്. അപ്പോൾ ഇതിന് ക്യാഷ് ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞ കാരണം വാരിക്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല ഗൈസ്, വെറുതെ ആയിപ്പോയി. എന്തായാലും സാധനം നല്ല ടേസ്റ്റ് ആയിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മിൽക്കി ബാർ, 5 സ്റ്റാർ, ഡയറി മിൽക്ക്, അതെല്ലാം ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ 3 വീതം എടുക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കുട്ടനും കുഞ്ഞൂസും കൂടി പൂച്ചയുടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ബാക്കി നമ്മുടെ ത്തോട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തത്. പിന്നെ ആച്ചൂട്ടൻ പറയുന്നത് കേട്ടാലേ, നല്ല ചീസായിരിക്കും ഇത് തുറന്നു നോക്കി കഴിഞ്ഞാൽ. ന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു കുഞ്ഞാക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കളറായ ബ്ലൂ തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അവൾക്ക് ഇഷ്ടമാണ്, അമ്മയുടെ ഫേവറേറ്റ് കളർ അല്ലേ എന്ന് പറഞ്ഞിട്ട്. അവളുടെ ഫേവറേറ്റ് കളർ പർപ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അജിയോയിൽ 800 റുപ്പീസിന് ഡ്രസ്സാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ എൻ്റെ വില കാരണം കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മീഷോയിൽ അതേ ഡ്രസ്സ് 551 രൂപയ്ക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, അപ്പം തന്നെ ഓർഡർ ചെയ്ത് പിറ്റേ ആഴ്ച കുട്ടികളുടെ അടുത്ത് വന്നപ്പോൾ തന്നെ അവളെ ഞാൻ ഇടിച്ച് നോക്കി. അവൾക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. അവൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അത് ഒരു മരത്തിൻ്റെ കമ്പയിൽ ചെയ്തിട്ടുള്ള ശില്പമാണ് കേട്ടോ. അപ്പോൾ ആശുട്ടിൻ്റെയും കുഞ്ഞാടും കുഞ്ഞൂസിൻ്റെയും അച്ചാച്ചിയാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞാക്കുട്ടൻ എൻ്റെ ചൂട്ടിൽ പോയിരുന്നുകൊണ്ട് എൻ്റെയും കൂടെ വീഡിയോ എടുക്കാൻ പറഞ്ഞ്. അച്ഛൻ വീട്ടിലാണ് കേട്ടോ നിൽക്കണം. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കുട്ടനൊരു കിടഞ്ചിയുടെ കളിപ്പാട്ടം എടുത്ത് വെച്ചിട്ട് പറയുന്ന കേട്ടോ, നമ്മുടെ വീട് എങ്ങനെ ഉണ്ട്? കുട്ടൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ സ്വീറ്റ് കോൺ സൂപ്പ്. അപ്പോൾ സ്വീറ്റ് കോൺ സൂപ്പ് ഞാൻ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചയായിട്ടുള്ള കോണിൻ്റെ ഒരു പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കഴിക്കത്തില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങുവാണ്. അതിൻ്റെ കൂടെ തന്നെ സൂപ്പ് ഉണ്ടാക്കുവാണ്. അപ്പോൾ കുഞ്ഞായത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണേ. കണ്ടപാടെ ആച്ചൂട്ടം മുങ്ങിട്ടോ. ചോറിൻ്റെ സ്വീറ്റ് കോൺ സോപ്പ് ഇഷ്ടമുള്ളവർ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ റിയൽ ആയിട്ടുള്ള കോണും കൂടെ ആഡ് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് റിയൽ ആയിട്ടുള്ള കോണ് നന്നായിട്ട് വേവിച്ച് കുക്ക് ചെയ്ത് കൊടുക്കുകയെന്നുണ്ട്. അവരത് കടിച്ച് തിന്നോളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആച്ചൂട്ടിൻ്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ കണ്ടാലും അത് മേടിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബർത്ത്ഡേയുടെ തലേ ദിവസമാണ്. ബർത്ത്ഡേയുടെ തലേ ദിവസം ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാനുള്ള പെൻസിലുമായിട്ടാണ്. 100 പെൻസിൽ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കുഞ്ഞൂസിന് വിഷമായി. അവൾ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേക്ക് പെൻസിൽ മേടിച്ചില്ല, അതുകൊണ്ട് ഞാനത് ക്ലാസ്സിൽ കൊണ്ടുപോകത്തില്ല, എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞൂസിന് സമ്മാനമായിട്ട് ഫ്രോസൻ്റെ 2 ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്രിസ്മസിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ആ കൂടെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ കുഞ്ഞാക്കുട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ടുള്ള ബാഗാണ്. സ്കൂൾ തുറക്കുമ്പോൾ ആച്ചൂട്ടിനും കുഞ്ഞൂസിനും മേടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാക്കുട്ടിന് മാത്രമാണ് ഇപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. ബാഗ് 640 രൂപയാണ് കേട്ടോ ഈ ബാഗിന്. ഇപ്പം അതിൻ്റെ വില 740 രൂപയാണ്. അടിപൊളി ബാഗാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടോ, 2 സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ടൈനി ടോട്ട് എന്നാണ്. ആമസോണിൽ നിങ്ങൾക്ക് ഈ ഭാഗം മേടിക്കാനായിട്ട് സാധിക്കും. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് കുഞ്ഞൂസിന് മേടിച്ചിട്ടുള്ള ജീൻസാണ്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവൾക്ക് വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾക്കത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആച്ചൂട്ടൻ ചുമ്മാ നിൽക്കുമല്ലോ വെച്ചിട്ട് അവൾക്കും കൊടുത്തു ഒരു ഗിഫ്റ്റ്. അതിനകത്ത് മീഷോയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബാഗായിരുന്നു. അപ്പോൾ അവൾ അതെടുത്ത് വെച്ച് എന്നോട് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഓർഡർ ബാഗാണിത് കുഞ്ഞായ്ക്ക് വേണ്ടിയിട്ട്. 550 രൂപയുടെ തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു ബാഗാണ്. അതിൻ്റെ ഒരേ സ്റ്റിച്ചിങ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് കഴിഞ്ഞപ്പോൾ റിട്ടേൺ ചെയ്തു കേട്ടോ. റിട്ടേൺ ചെയ്തെങ്കിൽ ഇതിൻ്റെ പൈസ എനിക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അന്ന് അവർ സാധനം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫ്രീ ഇട്ടതല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആച്ചൂട്ടിന് കൊണ്ടു കൊടുത്ത്. എന്നാൽ സ്കൂൾ തുറക്കുമ്പോൾ ആച്ചൂട്ടിനും കുഞ്ഞൂസിനും പുതിയ ബാഗ് എന്തായാലും മേടിക്കണം. കാരണം അത് ക്വാളിറ്റി ഇല്ലാത്ത ഭാഗമായതുകൊണ്ട് എളുപ്പം കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഈ ജീൻസിനെ കുറിച്ചൊന്നും
പറയാം. ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 450 ആണ് മേടിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ വില നോക്കുമ്പോൾ 400 കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വില സൈഡിൽ കൊടുക്കാം. 400 എന്നാണ് കാണിക്കുന്നത്. കുഞ്ഞാക്കുട്ടിന് മേടിച്ചത് 450 ആയിരുന്നു. കുഞ്ഞൂസിന് 4-5 പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ട് കറക്റ്റ് സൈസിലൊരു ജീൻസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം മറ്റൊക്കെ രണ്ടുപേർക്കും ജീൻസ് മേടിച്ചിട്ട് കുഞ്ഞൂസിന് ജീൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ഒരു നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞാടേതുപോലെ അത്ര സ്ട്രെച്ചബിൾ മെറ്റീരിയലൊന്നുമല്ല. പക്ഷേ ജീൻസാണ്. ഫോട്ടോയിൽ കാണുന്ന പോലത്തെ സ്ട്രെച്ചബിൾ അല്ല. കളറും ചെറുതായിട്ട് ഫേഡ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഒന്നും പറയാനില്ല. ബാക്കി എല്ലാം കൊണ്ടും സ്ലിപ്പിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കുഞ്ഞൂസ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പറയാനില്ല, പൊളിയായിരുന്നു കേട്ടോ. അവൾക്ക് ജീൻസ് അടിപൊളിയായിട്ടുണ്ട്. ഷൂസിൻ്റെ കൂടെയൊക്കെ ഇടുക്കിയിട്ടുണ്ടായിരുന്നു. ആമസോണിലുണ്ടെന്ന് പറഞ്ഞേക്കാൻ വളർന്നു. ആമസോണിലുണ്ടെന്ന് പറഞ്ഞേക്കാൻ വളർന്നോടെ കുഞ്ഞൂശ. ഒരു 700 കൊടുത്താൽ കിട്ടും. എൻ്റെ അനിയത്തിയുടെ ബാഗ് നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞതാണ് കേട്ടോ. അവൾ പറയുന്നത് അതിൽ ചെറിയൊരു പണക്കം അവൾക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞാക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചിട്ടുള്ള സ്പൈഡർമാൻ്റെ കിറ്റ് ഉണ്ട്. അപ്പോൾ അതവൾക്ക് വീർപ്പിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ വഴക്കൂടുന്നുണ്ട്. എന്തായാലും കുട്ടികളുടേതായ എല്ലാ കുസൃതിയും വഴക്കും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കുട്ടൻ അത് ഓരോന്നായിട്ട് എടുക്കുവാണ്. എന്നിട്ട് സ്പൈഡർമാൻ്റെ ഒരു സാധനമുണ്ട്. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഞാനിത് ഇവിടെ തൂക്കിയിടുവാണ്, ഡെക്കറേറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കുട്ടനാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ തലയും വാലും ഒന്നും കാണാത്തത്. കുഞ്ഞാക്കുട്ടൻ ക്യാമറ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ പീസുകളായിട്ട് എടുത്തിട്ട് പതുക്കെ അവിടെ ഒട്ടിക്കുവാണ്. അപ്പോൾ ഇത് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞാക്കുട്ടനെ വിളിച്ചു. കുഞ്ഞാക്കുട്ടൻ സെല്ലോ ടേപ്പ് എനിക്ക് മുറിച്ച് തരാൻ പറഞ്ഞു. അവളവിടെ നിന്നുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് മുറിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് ഞാനത് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കുഞ്ഞൂസ ഒരു സൈഡിൽ നിന്ന് പിടിച്ച് തരുന്നുണ്ട്, കുഞ്ഞായി ഒരു സൈഡിൽ നിന്ന് സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പം ക്യാമറ പിടിച്ചിരിക്കുന്നത് ആച്ചൂട്ടനാണ് കേട്ടോ. അവളത് സൈഡിൽ കൊണ്ടുപോയി ചാരി വെച്ചേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി നടക്കുവാണ് കേട്ടോ, മുകളിലോട്ടൊക്കെ നോക്കി. അപ്പോൾ ഇപ്പം ക്യാമറ കുഞ്ഞായി അവിടെ ചാരി വെച്ചിട്ട് പോയതുകൊണ്ട് ഞങ്ങളത് തല കാണുന്നില്ല കേട്ടോ. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് അടിക്കണ്ട. ഇനിയാണ് നമ്മൾ ബർത്ത്ഡേ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ക്രിസ്റ്റലിൽ ചെന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം 40 രൂപയുടെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഞാൻ കുട്ടികൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് പെൺകുട്ടി പറഞ്ഞു, ചേച്ചി ഇത് തലയിലിടുന്ന സാധനങ്ങളാണ്, ഇന്നത്തെ കിടക്കുന്നത് തലയിലിടുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മോളെ 3 തലയിലിടുന്നത് എനിക്കും എടുത്തോളാൻ പറഞ്ഞു. ബില്ലെടുക്കാൻ നേരത്തെ അവിടെ നിന്ന് കുട്ടിക്ക് ഒരല്പം കൂടി ബോധമുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഇത് കയ്യിലിടുന്ന സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാക്കുട്ടനെ എന്തായാലും കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ബ്രേസ്ലെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു പർച്ചേസിങ് ആണ് ഞാൻ നടത്തുന്നത്. കാരണം മണിയുടെ ഒരു ഷോർട്ടേജും കൂടി ഉണ്ടായിരുന്നു. അതേ ദിവസം തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് സോണിയ പോകുന്നത്. അപ്പോൾ ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവൾക്കൊരു ബാഗും കൂടി മേടിക്കണമായിരുന്നു. പിന്നെ കുഞ്ഞാക്കുട്ടന് കേക്കും മേടിക്കണം. അപ്പോൾ എല്ലാം കൊണ്ടും ഈ മാസം നല്ല ടൈറ്റ് വന്നു. അതുകൊണ്ട് ഞാൻ ചെറിയ ഗിഫ്റ്റിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 40 രൂപയുടെ 3 ബ്രേസ്ലെറ്റും 3 ഹെയർ ബാൻഡുമാണ് കേട്ടോ കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 300 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് അവിടുത്തെ കുട്ടീനോട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് വിലയൊക്കെ മാച്ച് കളയാനായിട്ട് തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലാന്ന്. വില മായ്ക്കണേണോ? കുഴപ്പമില്ലായിരുന്നു. അത് കുഴപ്പമില്ല, എൻ്റെ പിള്ളേർക്ക് കൊടുക്കാനാ. 3 പേരാ. ആ, ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് കാണാനായിട്ട്. കുഞ്ഞൂസിൻ്റെ ആച്ചൂട്ടൻ്റെ ഇത് പൊട്ടിപ്പോയിട്ടോ. പക്ഷെ കുഞ്ഞാക്കുട്ടൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവളത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ച വരെയൊക്കെ ബ്രേസ്ലെറ്റ് നിൽക്കാമെന്ന് അതൊരു അത്ഭുതമാണ് കേട്ടോ. ഒരാൾക്ക് 5 വയസ്സ്, ഒരാൾക്ക് 7 വയസ്സ്, ഒരാൾക്ക് 9 വയസ്സ്. അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ആകെ അവൈലബിൾ ആയിട്ടുള്ള കളർ നീല കളർ ഗിഫ്റ്റ് റാപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മേടിച്ച ഡ്രസ്സിൻ്റെ കളറും ഞാൻ ഉദ്ദേശിച്ച കളറും നീല തന്നെയായിരുന്നു. അപ്പം നേരെ ഓട്ടമായിരുന്നു കേട്ടോ. കാരണം 3:30 മുന്നേ എനിക്ക് ആച്ചൂട്ടിൻ്റെ സ്കൂളിൽ ഫീസ് അടയ്ക്കാനായിട്ട് ചെല്ലണമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ആച്ചൂട്ടിൻ്റെ ഫീസ് അടിച്ച് സോണിയയ്ക്ക് ബാഗ് ഒരെണ്ണം നോക്കി വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് കടലിൽ കയറി 1.5 ലിറ്ററിൻ്റെ 7up 2 മൗണ്ടൻ ഡ്യൂ മേടിച്ചു. ആച്ചൂട്ടിന് എഴുതുന്ന സ്നാക്സ് എല്ലാം ഞാൻ ലിസ്റ്റ് കടയിൽ കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആച്ചൂട്ടിന് വലിയ സന്തോഷമായി. അമ്മ സ്കൂളിൽ വന്നപ്പോൾ അച്ഛന് സന്തോഷമായോ? ഇതാര് തന്നതാ? എന്റെ ഫ്രണ്ട് കൊടുത്തു. കുഞ്ഞാക്ക് എന്തോരം ഗിഫ്റ്റ് കിട്ടിയത്. കൊടുത്തതാ. പടമൊക്കെ വരച്ച് തന്നു. എന്റെ ഫ്രണ്ടാ കൊടുത്ത. ഇവക്ക് പെൻസിൽ മൊത്തം കൊണ്ടുപോയോ? എടാ പെൻസില് നീ കൊണ്ടുപോയോ?
നേരെ ഞാൻ അവിടെ റിലാക്സ് ചെയ്തിരുന്നു. ഏകദേശം 4 മണി മുതൽ 5 മണി വരെയാണ് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് തിരിച്ച് ഹോസ്റ്റലിൽ എത്തേണ്ടതായിട്ടുണ്ട്. 5 മണിക്കാണ് എൻ്റെ റിട്ടേൺ ബസ്. ആ പിള്ളേർ പതുക്കെ മൗണ്ടൻ്റെ ഒക്കെ എടുത്ത് കുടിച്ചു തുടങ്ങി. കുഞ്ഞാക്കുട്ടന് വലിയ സന്തോഷമായി. പക്ഷെ 4:45 ആയി. അപ്പോൾ എനിക്ക് 5 മണിക്ക് ബസ്സിന് പോകേണ്ടതാണ്. കേക്ക് വന്നിട്ടില്ല. ഉടൻ തന്നെ ഞാൻ കേക്ക് മേടിക്കാനായിട്ട് പോയി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുഞ്ഞാക്കുട്ടനോട് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു. കുഞ്ഞാക്കുട്ടൻ ഡ്രസ്സൊക്കെ മാറി വന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാക്കുട്ടൻ്റെ ഒരു സെലക്ഷനായിരുന്നു ഇങ്ങനെ ബലൂൺ ഇടാന്നുള്ളത്. അപ്പോൾ അവൾ ആ ഡ്രസ്സിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവളിന്ന് സ്കൂളിൽ പോയപ്പോൾ ഈ ഡ്രസ്സ് ഇടാതെയാണ് പോയത്. സ്ലീവ്ലെസ് ആണ്, കഴുത്തിന് ഇറക്കം കുറവാന്ന് പറഞ്ഞ് അച്ഛൻ ഇടണ്ടെന്ന് പറഞ്ഞതാണ് അവൾ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കറുത്ത ബനിയൻ ഇടിച്ച് വിടാമായിരുന്നു. അപ്പോൾ ഇടാതെ പോയതുകൊണ്ട് അവൾക്ക് സങ്കടമായി. എന്നാലും സങ്കടം മാറാനായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് എന്തായാലും രാജകുമാരനെ പോലെ ഉണ്ടാകും കേട്ടോ കുഞ്ഞാക്കുട്ടൻ. ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മീഷോയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ അജിയോയിൽ ഈ ഡ്രസ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും രാജകുമാരനെ പോലെ ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ആച്ചൂട്ടൻ കൊണ്ട് അവിടെ വന്ന് ഇരിപ്പുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പോൾ ഇനി കേക്ക് മേടിക്കണം. അപ്പോൾ കേക്ക് മേടിക്കാനായിട്ട് ഞാൻ പോകാനായിട്ട് തുടങ്ങി. അതിന് മുന്നേ ആയിട്ട് അവൾക്ക് ഞാൻ മേടിച്ചിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ അവിടെ പോയി ഇരിക്കും, 3 പേരും കൂടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഗിഫ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 3 പേരും കുഞ്ഞൂസ് മൊബൈലിൽ നിന്ന് എണീക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞൂസിന് മൊബൈലിൽ നിന്ന് എണീച്ചുകൊണ്ട് വന്നതിൻ്റെ ഒരു വാശി അവളുടെ മുഖത്തുണ്ട്. എന്നാലും അവൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞാക്കുട്ടന് ഭയങ്കര സന്തോഷമായിട്ട്. ഇതെന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ക്രിസ്റ്റലിൻ്റെ കവറാണ് കേട്ടോ അത്. അപ്പോൾ ആ ബ്ലൂ കളർ ബോക്സ് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവളത് തുറന്ന് നോക്കുവാണ്. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്ത അത്ര വിലപിടിപ്പുള്ളതൊന്നും മേടിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എന്നാലും ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർക്കത് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 300 റുപ്പീസാണ് അത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അവരത് പൊളിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് വലിച്ച് കീറുവാണേ. ക്ഷമ നശിച്ച് രണ്ടുപേരും കൂടെ വലിച്ച് കീറുവാണ്. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കണേ. അയ്യോ തിന്നല്ലേ കുഞ്ഞുകുട്ടാ. കുഞ്ഞു ഗിഫ്റ്റാ കേട്ടോടെ. ബാഗ് മേടിച്ചാലും കുഞ്ഞു ഗിഫ്റ്റാ. ചോശൊന്നുമല്ല, നിനക്ക് ഇഷ്ടപ്പെടും. അൺബോക്സ് ചെയ്യാനായിട്ട് ഒരു വെട്ടുകത്തിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഞ്ഞായി ആരംഭിച്ചു. സൂക്ഷിച്ചു കുഞ്ഞൂസേ, കത്തിയാണ്. വേണ്ട വേണ്ട, കത്തി കത്തി മതി, കൊണ്ടുവെക്ക്. കുഞ്ഞു സമ്മാന, ഞാൻ പറഞ്ഞില്ലേ. കുഞ്ഞായി അമ്മോട് പറഞ്ഞ മറന്നുപോയോ ഹെയർ ബാൻഡ് മേടിക്കണോന്ന്? ഒരു പാവക്കുട്ടീനെയാണ് ഉദ്ദേശിച്ചത് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് ചെറിയ വിഷമം തോന്നി. എങ്കിലും അവർക്കത് ഇഷ്ടമായി എന്ന് അവരുടെ മോൻ കണ്ടപ്പോൾ തോന്നിയത് കൊണ്ട് പിന്നെ വിഷമമൊക്കെ അങ്ങ് പോയി. പാവക്കുട്ടിയെ മേടിച്ചു കൊടുക്കാറുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ സന്തോഷമായിരുന്നു. കാരണം കുഞ്ഞാക്കുട്ടൻ ഇപ്പോഴും പറയുന്നുണ്ട് അവൾക്ക് ഇനിയും പാവക്കുട്ടി വേണമെന്ന്. അപ്പം ഞാൻ ക്രിസ്മസിന് അവളെ കൊണ്ട് കടയിൽ പോയി കുറച്ച് കളിപ്പാട്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ അടുത്തൊന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ 3 പേർക്കും ബ്രേസ്ലെറ്റും 3 പേർക്ക് ഹെയർ ബാൻഡും ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവൾക്ക് അത് വെച്ചുകൊണ്ട് കേക്ക് മുറിക്കാനായിട്ട് കുഞ്ഞാക്കുട്ടിന്റെ ഡാർക്ക് ബ്ലൂ കളറായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ആ കളറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഡ്രസ്സിന്റെ കളർ തന്നെ വേണമെന്ന് വെച്ചില്ലായിരുന്നു. പക്ഷെ എന്നാലും കുഞ്ഞാക്ക് ഇഷ്ടമായിട്ടോ.
കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേക്ക് പാവക്കുട്ടിയെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും പാവക്കുട്ടി എന്ന് അവൾ വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരെ കടയിൽ ചെന്നു കേക്കുകളുടെ വീഡിയോ എടുത്തു അവൾക്ക് വാട്സാപ്പ് ചെയ്ത് ഏത് കേക്കാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞായി പറഞ്ഞു എനിക്ക് വെള്ള കേക്ക് മതി. അപ്പോൾ താഴെ ഇരിക്കുന്ന വാനിൽ മുകളിൽ ബ്ലാക്ക് ഫോറസ്റ്റ് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഫോറസ്റ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പേരെഴുതുന്നത് ബ്ലൂ കളറായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ ഒരു കളറും അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ ഞങ്ങൾ പേരെഴുതി. കുഞ്ഞൂസിന് മാംഗോ ഫ്ലേവർ മതിയായിരുന്നു, പക്ഷെ കുഞ്ഞായിക്ക് വൈറ്റ് കേക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്തായാലും കേക്കൊക്കെ കഴിച്ച് രാത്രി എപ്പത്തിനും കുഞ്ഞായിക്കുട്ടനെ പനിച്ചു കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നാലും പിന്നെ കുഞ്ഞായിക്കുട്ടൻ്റെ പേര് ഏജിൻ്റെ മെഴുകുതിരി അത് മേടിക്കാൻ വേണ്ടിയിട്ട് 2 കടയിൽ കയറി. അവസാനം കിട്ടി. 8 എന്ന് എഴുതിയ മെഴുകുതിരി തന്നെ സംഘടിപ്പിച്ചു. അതിന് 20 റുപ്പീസ് ആളുടെ ഈ 8-ന്. കേക്കിന് ഏകദേശം ഒരു 500 റേഞ്ചാണ് കേട്ടോ വന്നോളൂ ബ്ലാക്ക് ഫോറസ്റ്റിന്. അപ്പൊ പേരൊക്കെ മെഴുകുതിരി ന്യൂസ് ലാമ്പ് കത്തിച്ച് വെക്കാനായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോട്ടോ. കാരണം എനിക്ക് അവളെക്കാളും വലുതായപ്പോ പോലും തീപ്പെട്ടിക്കുള്ളി വരയ്ക്കാൻ ലാമ്പ് വരയ്ക്കാനൊന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നു. അപ്പൊ കേക്ക് മുറിക്കുന്ന കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ആരാധ്യ, ഹാപ്പി ബർത്ത്ഡേ ആരാധ്യ. കുഞ്ഞുശു എടുത്തു കൊടുക്ക്, ആച്ചു എടുത്തു കൊടുക്ക്. കൊച്ചിന് കൊടുക്കടാ, അവക്ക് കൊടുക്ക്. ആച്ചുവിന് കൊടുക്ക്, ആച്ചുവിന് കൊടുക്ക്, ആച്ചുവിന് കൊടുക്ക്. അത് കുഴപ്പമില്ല. വേണ്ട, അത് നിങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കൊടുക്കണം, നിങ്ങൾക്ക് തിന്നണ്ടേ. അമ്മ വേറെ പാപ്പ ഒന്നും കൊണ്ടുവന്നില്ല. നിനക്ക് വലുതാ. ഇന്നിപ്പോൾ കട്ട് ചെയ്യുന്ന പീസ് ഞാൻ സോണിയയ്ക്കും പിന്നെ ഞങ്ങളിവിടെ വാടനാൻറ്റിക്കും കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചാണ് ഇതിന് ഞാനും കഴിച്ചു. അപ്പോൾ അത്രയും വലിയ പീസല്ല കേട്ടോ, അതിന് ചെറിയ പീസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞായ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ നേരെ സോണിയയ്ക്ക് ബാഗൊക്കെ മേടിച്ചിട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് പോരുമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്, കാണാൻ മറക്കില്ലേ.